എന്റെ പൊന്നെ ആന നോക്കി ചെറുത്ത് നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം? ഞമ്മള് താമരശ്ശേരി ചുരന്ന് ഒരിക്കൽ ആ ചുരം ഇറങ്ങുമ്പോ അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് അപ്പൊ അങ്ങനെ ഞങ്ങള് നൂൽപ്പുഴയിലെ ഓർക്കിഡ് ട്രെയിൽസ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നേരെ ബത്തേരി ഭാഗത്തോട്ട് പോകട്ടോ. ബത്തേരി, സുൽത്താൻ ബത്തേരി. ഞങ്ങള് വയനാട് ചുരം ഇറങ്ങിയിട്ടാണ് പോണത് നാട്ടിലോട്ട്. അതായത് അങ്ങോട്ട് പോകാൻ എളുപ്പം നമുക്ക് ദേവർശോല വഴി പോകുന്നതായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് കയറും. തമിഴ്നാട് കയറിയിട്ട് പിന്നെ കേരളത്തിലോട്ട് എൻ്റർ ചെയ്യണം. അപ്പൊ ആ സമയത്ത് പാസും കാര്യങ്ങളൊക്കെ വിഷയമാവും. നമ്മുടെ RT-PCR എടുത്ത 72 hours ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഓടിച്ചാലും കുഴപ്പമില്ല. അത് മാത്രമല്ല, ഇവള് ഫാത്തിമ ഇത് കണ്ടിട്ടില്ല, വയനാട് ചുരം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിലേ പോവാം. ഒരുപാട് കേട്ടിട്ടുള്ള സ്ഥലമല്ലേ വയനാട് ചുരം. ഇപ്പൊ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോ കോട ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിലേ ഒന്ന് പോവാന്ന് വിചാരിച്ചു. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഉസ്താദ് 2ാമത്തെ തവണയാണ് വയനാട് ചുരം പോയി ഇറങ്ങാൻ പോണത്. ഇതിനു മുമ്പ് 900 കണ്ടിയിലന്ന് ഞങ്ങൾ വന്നായിരുന്നല്ലോ. അപ്പൊ പ്രാവശ്യം പോയായിരുന്നു. നമ്മുടെ പെയിന്റിങ്ങും ബാക്കി പരിപാടി പണികളൊക്കെ കഴിഞ്ഞതിന് മുമ്പായിരുന്നു തോന്നുന്നത്. അപ്പോ ഇത് നമുക്ക് ഉസ്താദിന്റെ 2ാമത്തെ ചുരം ഇറക്കമാണ് ഇപ്പൊ ഇത്തവണ. ആഫിക്ക് വയനാട് ചുരം കാണണോടാ? ആഫി ഉറങ്ങിയതോ ആഫി ഉറക്കമുണ്ട് ആഫിക്ക്. എന്തായാലും നല്ല രസമുള്ള റൂട്ട് വഴി നമ്മളിങ്ങനെ ഓടിച്ച് പോവാട്ടോ. അപ്പൊ എന്തായാലും ഇന്നലെ ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി അവിടെ ആ റിസോർട്ടിൽ റെസ്റ്റ് ആയിരുന്നു. അപ്പൊ നല്ല ഒരു ഇതായിട്ടുണ്ട്. അമ്മമാർക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. ആദിക്ക് ഏറ്റവും ഹാപ്പിയാന്ന് വെച്ചാൽ ആദിയുടെ വാക്കർ കിട്ടി. അവിടെ ആദിയുടെ വാക്കർ ഇട്ടിട്ട് റിസോർട്ടിൽ കൂടെ അവിടെ കുറെ ഞങ്ങളുടെ റൂമിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കുറെ സ്പേസ് ഉണ്ടായി. അവിടെയൊക്കെ ഓടിക്കളിച്ച് വന്നപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി. ആഫിക്ക് പുറത്തിറങ്ങി മറ്റേ ചെളിയിലും മണ്ണിലും, ചെളിയല്ല മണ്ണിലും പുല്ലിലും ഒക്കെ ഓടിക്കളിക്കാൻ പറ്റിയപ്പോൾ അവനും ഹാപ്പിയായി. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഇന്നലെ. ഇനിയിപ്പോ നമുക്ക് മിക്കവാറും ഏത് വഴി പോകണമെന്നുള്ള ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ ഞങ്ങൾ മുക്കം വഴി കയറി പോകും, അതാണ് എളുപ്പം. പിന്നെ അല്ലെങ്കിൽ രാമനാട്ടുകര വഴി പോകണം. രാമനാട്ടുകര പോയാൽ നമ്മുടെ 1-2 സുഹൃത്തുക്കളെ കാണാനുണ്ട്. അത് ഞാൻ അവിടെ ചെന്നിട്ട് അവന്മാരെ വിളിച്ച് നോക്കട്ടെ. അല്ലെങ്കിൽ മറ്റേ വഴി കയറി പോവാം. മുക്കം വഴി ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും രാമനാട്ടുകര വഴി തന്നെ പോയത്. അപ്പോ അതുവഴി ഒന്ന് പോയി നോക്കണമെന്നുണ്ട്. നോക്കാം എന്തായാലും. അപ്പൊ ഈ ഒരു യാത്ര നല്ല രസമായിരുന്നു കേട്ടോ. ആദ്യത്തെ 2 ദിവസം ഞങ്ങള് വണ്ടി തന്നെ സ്റ്റേ ചെയ്തു. 3-ാമത്തെ ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ എന്തായാലും ഇനിയും ഞങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ വയനാടൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത് ഈ ഒരു ഓർക്കിഡ് ട്രെയിൽസിൽ. ഈ ബത്തേരി വഴി പാസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാതെ പോണത് ശരിയല്ല കേട്ടോ. കാരണം സുൽത്താൻ ബത്തേരിക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കാരണം ഇവിടെ എന്താ പറയാ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ടൗണാണ് സുൽത്താൻ ബത്തേരി. അത് ഇവിടെ വരുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്. അതെല്ലാ ടൗൺ സെന്ററും എല്ലാം ബസ് സ്റ്റാൻഡ് ഏരിയ അതെല്ലാം നല്ല ക്ലീൻ ആട്ടോ. വേറെ അഴുക്ക് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പക്ക ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. എന്തൊക്കെയോ ഞാൻ ന്യൂസ് കേട്ടായിരുന്നു, ഇന്ത്യയിലാണോ അതോ ഇനി കേരളത്തിലാണോ ബെസ്റ്റ് ക്ലീനസ്റ്റ് ടൗൺ എന്നുള്ളതിൻ്റെ എന്തോ സംഭവമൊക്കെ കിട്ടിയായിരുന്നു സുൽത്താൻ ബത്തേരിക്ക്. ഞാൻ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യമൊക്കെ അതുപോലെ ഒരു യാത്രയായിട്ട് ബസ്സിലും അങ്ങനെ തന്നെയൊക്കെ ആയിട്ട് വന്നപ്പോഴൊക്കെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു നല്ലൊരു ടൗണാണ്. അപ്പോൾ ഇതിലെ പാസ് ചെയ്തപ്പോൾ എനിക്ക് അതുകൂടി ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയാവുന്ന ബത്തേരിക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഞങ്ങളിപ്പോൾ വയനാട് ചുരത്തിലാട്ടാ. ഇവിടെ നിർത്തിയാൽ സീനാവോ? നിർത്തണ്ട. ഇവിടെ നമ്മുടെ വലിയ വണ്ടിയിലടി. നമ്മളിപ്പോ വയനാട് ചുരത്തിലാട്ടാ. താഴെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടാ. പക്ഷെ നമുക്ക് നിർത്താനുള്ള സ്പേസ് ഇല്ല. കുറെ വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ പോലീസും ഉണ്ട്. അതുകൊണ്ട് പിന്നെ നിർത്തിയാൽ ചിലപ്പോ സീനാവാൻ സാധ്യതയുണ്ട്. എന്ത് സീനാന്ന് നോക്കിയേ ആളിയാ. പോളി ഒരു രക്ഷയില്ല. വയനാട് ചുരം താഴോട്ട് നോക്കിയിട്ട് എന്ത് സീനല്ലേ. അടിപൊളി. ആ മഴ മാറിയിട്ടേ മേഘം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന സീൻ.
ഇന്ന് നല്ല രസമുണ്ട് കേട്ടാ. ഒരു മഴ മാറിയ അന്തരീക്ഷം ആയതുകൊണ്ടോ, മഴ മാറിയിട്ട് തെളിയുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് നമ്മളിപ്പോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രത്യേക ഫീല്. ഇവിടെ നിർത്തണടി പോലെ ഇവിടെ അല്ലോ ഏതൊക്കെയോ വണ്ടികൾ ഇതിലെ പോണ്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ. ഹൈവേ പോലീസ് ഇത് ഫൈൻ അടിക്കണ്ട്. നമ്മളെ നിർത്താണ്ടിന്ന് നന്നായിട്ടാ. അപ്പുറത്ത് നമ്മളവിടെ നിർത്തിയായിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് പണി കിട്ടിയേനെ. കാരണം ഹൈവേ പോലീസ് അവിടെ നിന്നിട്ട് വണ്ടികളെ ഉണ്ട് മിക്കവാറും അവിടെ പാർക്ക് ചെയ്തിട്ടായിരിക്കണം. എന്റെ മുന്നേ ആന വന്ന് നോക്കി. ആന വന്നുണ്ട്. ആന ഓയ് അതൊരു വരവാണ് മോനെ. ഇത് ചെറുത്ത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം? നമ്മള് താമരശ്ശേരി ചുരന്ന് ഒരിക്കൽ ആ ചുരം ഇറങ്ങുമ്പോ അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. പണ്ടാരാണെങ്കിൽ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കടുക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് വിട്ടില്ല. ഇൻഷാള്ള പഠിച്ചോലേ നിങ്ങള് കാത്തോളി ഒറ്റ വിളിയാണ്. ഇഞ്ചിനെങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ ഏറോപ്ലെയിൻ വിട്ടേക്ക. ഭയങ്കര ഇതായി പോയിട്ടാ വണ്ടി വന്നതേ. അതായത് ഒരു ലോറി കയറി പോയി കഴിഞ്ഞാൽ പുറകെ കുറേ വണ്ടികൾ വരും, അതിനെ ഓവർടേക്ക് വരുന്നത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയിട്ടാണ്. കാരണം അത് നിങ്ങൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള വളവുകളിൽ വണ്ടികൾ സ്ലോ ആയിട്ട് പോകുമ്പോൾ ഓവർടേക്ക് ചെയ്ത് വരരുത്, ദയവ് ചെയ്ത് വരരുത്. മറ്റുള്ള വണ്ടികൾ ഇത് ഓപ്പോസിറ്റ് നല്ല സ്പീഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇടിച്ചങ്ങ് കയറും. അതാണ് ഇത്. അപ്പോൾ എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരം വളവുകളിലൊന്നും ഒരു കാരണവശാലും ഈ സിറ്റുവേഷനിലൊന്നും ഓവർടേക്ക് ചെയ്യാണ്ടിരിക്കുക. എന്തായാലും ഇത് കറക്റ്റായിട്ട് ക്യാമറ കിട്ടിയിട്ടാണ്. കാരണം ഞാൻ ക്യാമറ ചെസ്റ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു, ഓൾറെഡി റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പോൾ ആ വിഷ്വലെല്ലാം ക്യാമറ കിട്ടി. അപ്പോൾ എന്തായാലും നിങ്ങളിത് കാണുന്ന എല്ലാവരും ഒരിക്കലും അതുപോലെ നമ്മൾ ഇറങ്ങി വരുമ്പോഴും കയറ്റത്തു കൂടി ഒരു ലോറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു വണ്ടി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ എന്തായാലും നിരനിരയായിട്ട് വണ്ടി ഉണ്ടാവും. ഇതുപോലെ വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് വരും എന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ വളവെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു മുൻകരുതലുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതൊരു ഓർമ്മപ്പെടുത്തലായി നമുക്ക് ഇവിടുന്ന്. അപ്പോൾ ഞങ്ങൾ വയനാട് ചുരത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വന്ന് ഞങ്ങളിപ്പോൾ രാമനാട്ടുകരയിലാണ് ഉള്ളത്. അപ്പോൾ ആ റോഡൊക്കെ എല്ലാവരും കണ്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളത് രാമനാട്ടുകര ഡിഗ്രി റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ ചങ്ക് ഫായിസിൻ്റെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ എന്ത് പറ്റിയടാ, എരിവുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ബീഫ് മന്തി ഭയങ്കര ഫേമസ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ട് അങ്ങനെ ഞങ്ങൾ വയനാട് ചുരമൊക്കെ ഇറങ്ങി വന്ന് ഇപ്പോൾ രാമനാട്ടുകരയിലാണ് കേട്ടോ. അപ്പോൾ ആ റോഡൊക്കെ എല്ലാവരും കണ്ട് പരിചയമുള്ളതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഇനി ഇവിടെ വരാൻ ഒരു കാരണമുണ്ട്. കാരണം ഞാനിപ്പോൾ ഉള്ളത് ഡിഗ്രിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ഉള്ള കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് നമ്മുടെ ചങ്ക് ഫായിസിൻ്റെ ഹോട്ടലാണ്. ഇവിടുത്തെ മന്തി ഫേമസ് ആട്ടോ, ബീഫ് മന്തി. ഓക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണാരൻ എന്നാണ് നമ്മളവനെ വിളിക്കുന്നത്, കണാരൻ. ചുമ്മാ കളിയാക്കി വിളിക്കുന്നത്. നമ്മുടെ ഒരു ചെറിയൊരു ബാബുക്കായും എല്ലാവരും ഉള്ള ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാളാണ്. അപ്പോൾ ആ സർക്കിളിൽ മാത്രമുള്ള പേരാണ്, അല്ലാതെ ഫായിസാണ്. അപ്പോൾ അവൻ്റെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവള് കുറേ ദിവസമായിട്ട് കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് മന്തി കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, ഹോട്ടലിൽ കയറി നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി, വണ്ടിക്കകത്ത് നമുക്ക് പാർസൽ ഇതായിട്ട് ഫുഡ് കിട്ടി. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധനം എങ്ങനെയുണ്ട്, കൊള്ളാവോ? ആഫിയേ എങ്ങനെയുണ്ടാ? സൂപ്പറാണോ? റിവ്യൂ പറയടാ. ആഫി പറയാൻ ഇല്ല കേട്ടോ, ആഫിക്ക് അത്ര ഇഷ്ടപ്പെട്ട ആഫി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാനിന്ന് കഴിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് വന്ന സമയത്ത് ഇക്കാക്കായും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ ഞാനും ഇക്കാക്കായും സാനിബും കൂടിയാണ് ഇവിടുന്ന് മന്തി കഴിച്ചത്. വന്ന് ഞങ്ങൾക്ക് അങ്ങ് എന്താ പറയുക, മതിയായില്ല എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോൾ ഇക്കാക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് മന്തി പാഴ്സൽ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടുന്ന് രാമനാട്ടുകരയിൽ നിന്ന് എറണാകുളത്തോട്ട്. അങ്ങനെ ഒരു മന്തി ബീഫ് മന്തി പാഴ്സലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഇത് ഫിനിഷ് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് യാത്ര തുടരാം. ഫായിസിന് നമുക്ക് ഈ തവണയും കാണാൻ പറ്റിയില്ല, കാരണം അവന് കൊല്ലത്താണ്. കൊല്ലത്തുണ്ട് ഡിഗ്രിലിൻ്റെ റെസ്റ്റോറൻറ്റ്. കൊല്ലത്ത്
കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ള എനിക്കറിയില്ല. അവനോട് ചോദിച്ചിട്ട് ഈ വീഡിയോയുടെ താഴെ വെച്ചേക്കാട്ടോ അതിൻ്റെ ലൊക്കേഷൻ. അപ്പം രാമനാട്ടുകര ബ്രിഡ്ജിൻ്റെ താഴെ ഡിഗ്രിൽ റെസ്റ്റോറൻറ്റ് അതുപോലെ കൊല്ലത്തും. അപ്പം ആ ഭാഗങ്ങളിലുള്ളവരൊക്കെ പോയി മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്ടത്. അപ്പം എന്തായാലും ബാക്കിയും കൂടി കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. എന്താടാ ആര് മങ്കി അവിടെ മുകളിൽ ഇരുന്നിട്ട് അമ്മാമ്മ തിന്നണെന്ന്. എന്താ അമ്മാമ്മ തിന്നത് മങ്കി? ആണോ? അപ്പൊ ആദ്യമോ ഇത്ര നേരം ഉറക്കം ആദ്യം എണീച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഇപ്പൊ എന്താണ് കോട്ടക്കലെത്തിയപ്പോ അവിടെ വണ്ടി നിർത്തിയിട്ട് ആഫിമോന് എന്താ വേണമെന്ന് ആഫിമോന് വെള്ളം വേണമെന്ന് പറഞ്ഞ്. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് അത് ഐസ്ക്രീമാ, മൊജിറ്റോ പിന്നെ ഷെയ്ക്ക് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കഴിക്കാണ്. അപ്പൊ ഇപ്പൊ എല്ലായിടത്തും പാഴ്സലാണല്ലോ, നമുക്ക് എവിടെ നിന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ സേഫ്റ്റിയും എല്ലാം ബെറ്റർ തന്നെയാണ്. അപ്പൊ എന്താ വേണ്ട ആഫിമോന്? ഏതാ വേണ്ടത്? നിനക്ക് എന്താ വേണ്ടത്? അത് വേണോ? ഇത് മതിയാ? എന്നാ അതി ഇഷ്ടായോടാ? ഈ ഫ്ലവർ നമ്മള് വരുന്നതിന് മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചാട്ടാ. അവിടെ വേറെ അതായത് നമ്മുടെ വണ്ടിയുടെ മേളിൽ ലഗേജ് വെച്ചപ്പോ അതിന് ടർപ്പ നോക്കാൻ വേണ്ടിട്ട് ഒരു മാളിൽ കയറിയതാണ്. അപ്പൊ അവിടുന്ന് മേടിച്ചാണ്. പറഞ്ഞാൽ അവിടെ മാൾസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഷോപ്പിംഗ് മാളും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെയാണ് ഒന്നും ഓപ്പൺ ആവാത്തേ ഉള്ളൂ. അപ്പൊ ഇത് വെറുതെ കയറിയപ്പോ വാങ്ങിയതാണ്. ഈ മൂല ഇത് ആദ്യ മൂല കേട്ടാ. ആദിക്ക് കറക്റ്റാണ് ആ മൂല. അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവന് ഭക്ഷണം കഴിക്കാനും അതുപോലെ നമ്മള് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവനെ പിടിച്ചുകൊണ്ടിരിക്കും. അവന് ശരിക്കും ഇങ്ങനെ ഇരിക്കാറായിട്ടുള്ളൂ, ചിലപ്പോൾ മറിഞ്ഞു പോകും. അപ്പൊ ഈ മൂലയിൽ ഇരുത്തി കഴിഞ്ഞാൽ അവൻ സുഖമായിട്ട് ഇരുന്നോളും. അവന്റെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നോളും. അത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഫുഡ് കൊടുക്കാനാണെങ്കിലും കറക്റ്റ് സ്പേസ് ആണ്. ഇവിടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് എടുത്ത് കൊടുക്കാം. ആഫി ദേ നമ്മളവിടെ റിസോർട്ടിൽ നിന്ന് ഇത് വാങ്ങിയായിരുന്നു കേട്ടാ. മറ്റേ എന്താ ഇതിന് പറയണത്, എന്തൊരു പേര്, കൊമ്പള കിട്ടുന്ന ഇത് കളിപ്പാട്ടം, കൊമ്പള കിട്ടുന്ന ഐറ്റം. നോക്കടാ, പിടിച്ചോടാ കൊമ്പള പിടിച്ചോടാ. അതായത് നമ്മളിപ്പോ യാത്രയിലാണ്, നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ നിർത്തി റിലാക്സ് ചെയ്യാനും ഒക്കെ എല്ലാം പക്കയാട്ടോ. ഇത് ഇവന്മാർക്കും ഭയങ്കര ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോ ഇറങ്ങിയിട്ട് എത്ര ദിവസമായിട്ട്, നമ്മൾ 4ാമത്തെ ദിവസമല്ലേ, 4 ദിവസമായിട്ടും ഇവന്മാർക്ക് രണ്ടുപേർക്കും ഒരു എന്താ പറയാ അവന് ഓക്കെ കേട്ടോ. കാരണം നമ്മള് ഇപ്പൊ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു റിലാക്സ് ചെയ്യാനുള്ള സൗകര്യമോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പണിയാണ് പിള്ളേരായിട്ടൊക്കെ പോകുമ്പോഴേ. ഇതിപ്പോ ഒരു പ്രശ്നമില്ല. ആഫിയേ ഊതിക്കോ കൊമള പൊട്ടിച്ചു കളിക്കണേ ആഫി. ആദ്യമോന് വേണടാ കൊമള വേണോ ആദ്യമോന്? അത് തരാം. അങ്ങനെ രാത്രി ഓടി 1:30 നമ്മൾ നാട്ടിലെത്തിയപ്പോൾ എന്തായാലും നല്ലൊരു യാത്ര ആയിരുന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയെല്ലാം സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. അപ്പം ഈ കോവിഡും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കിട്ടിയ അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ആ ഒരു ജസ്റ്റ് വീട്ടുകാരൊക്കെ പറഞ്ഞ് നിനക്ക് നേരെങ്കിലും പോകുന്നൂടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളെന്തായാലും ആ ഒരു ദിവസം മാക്സിമം യൂസ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിലൊക്കെ കറങ്ങിയിട്ട് ഇങ്ങനെ നാട്ടിലോട്ട് എത്തിയേക്കാട്ടാം. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് സ്പോട്ടുകളുണ്ട്, നമ്മുടെ ഇടുക്കിയിലേക്കുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്, ബൈക്കൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, യാത്ര ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുക. നമുക്ക് എന്തായാലും കിടിലം ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.